വെൽക്കം ടു എൻട്രൻസ് ഫിസിക്സ്. നമ്മൾ റിഫ്രാക്ഷൻ്റെ ജനറൽ ഫോർമുലകളൊക്കെ കണ്ടു. അടുത്ത ഇനി അത് പ്രിസത്തിലോട്ട് കടക്കുക. തീർത്തിട്ട് വേണമല്ലോ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ അറിയാം, പ്രിസം ഇത് രണ്ട് റിഫ്രാക്റ്റിംഗ് ഫേസസ്, ആംഗിൾ ഓഫ് ദി പ്രിസം, ഇത് ബേസ്. ഐ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ഇവിടുത്തെ നോർമലാണ്. വന്ന് വീഴുന്ന ലൈറ്റ് ബേസിലേക്ക് വളഞ്ഞ് സെക്കൻഡ് ഫേസിൽ വന്ന് വീണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും. ഈ പുറത്തിറങ്ങുന്ന ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് എമർജൻസ്. അകത്തുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇവിടെ R1, ഇവിടെ R2. റിഫ്രാക്റ്റിംഗ് ആംഗിൾസ് ഇൻസൈഡ് ദി പ്രിസം, അല്ലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻസ്, ആംഗിൾസ് ഓഫ് റിഫ്രാക്ഷൻ ഇൻസൈഡ് ദി പ്രിസം R1 ആൻഡ് R2. പ്രിസം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഇൻസിഡൻറ്റ് ലൈറ്റ് ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ അങ്ങ് പോയാൽ പ്രിസം അതിനെ ഒടിച്ച് മടക്കി ഇങ്ങോട്ടിഞ്ഞ് വിടുക. അപ്പോൾ ഇതാ ഫൈനൽ ഡയറക്ഷൻ. പ്രിസത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഇതാണ്. ചുരുക്കത്തിൽ ഇത് ഇനിഷ്യൽ ഡയറക്ഷൻ, ഇത് ഫൈനൽ ഡയറക്ഷൻ. എങ്കിൽ ഇതിനിടയ്ക്കുള്ള ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ഫോർമുല അറിയാനുണ്ട്. ഒന്ന് R1 + R2 ഈക്വൽസ് ആംഗിൾ ഓഫ് ദി പ്രിസം A. ഇതെപ്പോഴും ശരിയാകുന്ന ഫോർമുല. രണ്ട്, ഈ ഡീവിയേഷൻ D ഈക്വൽസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്ലസ് ആംഗിൾ ഓഫ് എമർജൻസ് മൈനസ് A, I + E - A. അതല്ലെങ്കിൽ I + E ഈക്വൽസ് A + D. ഇത് തലയിൽ എപ്പോഴും വേണം. ഇനി ഈ I മാറുമ്പോൾ D മാറും. ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ലൈറ്റ് കടത്തി വിട്ടാൽ ഇതിനകത്തുകൂടെ ബേസിന് പാരലായിട്ട് ഈ ലൈറ്റ് ഇറങ്ങിപ്പോകും, റിഫ്രാക്റ്റ് ചെയ്ത് പോകും. പ്രിസത്തിനകത്ത് ലൈറ്റ് ബേസിന് പാരലായിട്ട് പോകും. എന്നിട്ട് പുറത്തിറങ്ങുന്നത് ഈ ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ എത്രയാണോ അതേ ആംഗിളിൽ തന്നെ പുറത്തിറങ്ങും. അല്ലെ I = E. ഇതിനകത്തെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇത് ഞാൻ മിനിമം ഡീവിയേഷൻ. അപ്പോൾ ഡീവിയേഷൻ അങ്ങ് മിനിമം ആകും. ഒരു പ്രത്യേക ആംഗിളിൽ ലൈറ്റ് ഒരു ഫേസിൽ വന്ന് വീണാൽ സെക്കൻഡ് ഫേസിൽ കൂടെ അത് സിമ്മട്രിക്കായിട്ട് കടന്നു പോകുമെന്ന് പറയും. കാരണം I = E ആകും, R1 = R2 ആകും. ഈ ലൈറ്റ് ഇൻസൈഡ് റേ ബേസിന് പാരലാകും. അപ്പോൾ ഡീവിയേഷൻ അങ്ങ് മിനിമം ആകും. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറയാം. സിമെട്രിക് പാസേജ് ഓഫ് ലൈറ്റ് എന്നും പറയും. കാരണം ഇത് രണ്ടും ഒരേ ആംഗിളിൽ തൂങ്ങി ആണല്ലോ ഈ നോർമലായിട്ട്. അപ്പോൾ സിമെട്രിക് ഫിഗർ. ഇവിടുത്തെ കണ്ടീഷൻസ് വെൻ ഡീവിയേഷൻ ഈസ് മിനിമം, ഇൻസൈഡ് ആംഗിൾസ് ആർ ഈക്വൽ, R1 = R2. അതുപോലെ ഔട്ട്സൈഡ് ആംഗിൾസ് I = E, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽസ് ആംഗിൾ ഓഫ് എമർജൻസ്. എങ്കിൽ ഈ ഫോർമുല അനുസരിച്ച് I + Eക്ക് ഓരോ I എന്ന് എഴുതാൽ I + I = A + D. അപ്പോൾ ഡീവിയേഷൻ, മിനിമം ഡീവിയേഷൻ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ D എന്ന് എഴുതും. ഫ്രം വിച്ച് D = 2I - A. ഇതൊരു ഫോർമുലയാണ്. അതുപോലെ R1 = R2 ഈക്വൽസ് R1 + R2 is A. So R1 + R2 എന്നുള്ള R1 + R1 2R1 = A. Therefore R1 = A/2. അതുപോലെ R2 = A/2. പിന്നെ ഇവിടെ വരുന്നത് സ്നെൽസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആംഗിളും അറിയാമെങ്കിൽ ഇതാണ് സ്നെൽസ് ലോ. സൈൻ A + D/2 by sin A/2 equals mu of the prism by mu of the surrounding medium. പ്രിസം വെള്ളത്തിൽ മുക്കി വെച്ചാൽ വെള്ളത്തിൻ്റെ മ്യൂ ഡിനോമിനേറ്ററിൽ വരണം. പ്രിസം ഗ്ലാസ് കൊണ്ടുള്ളതാണ്, ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മുകളിൽ വരുന്നത്. എയറിലാണെങ്കിൽ ഈ ഡിനോമിനേറ്റർ അങ്ങ് 1 എന്ന് എഴുതും. അപ്പോൾ mu of the prism, this is equal to mu. ഇനി ആംഗുലാർ ഡീവിയേഷൻ, അതായത് D, സ്മോൾ ഡിയും ക്യാപിറ്റൽ D ഒക്കെ. ലീനിയർ ഡീവിയേഷൻ, ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഇതൊരു പ്രിസമാണ്.
ഒരു പ്രത്യേക പൊസിഷൻ വെച്ചിരിക്കുക. ഇതിൽ കൂടെ ലൈറ്റ് കടത്തി വിട്ടാൽ പ്രിസം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലൈറ്റ് നേരെ വന്ന ഇവിടെ ഒരു സ്ക്രീൻ വെച്ചാൽ ഓയിൽ സ്ട്രൈക്ക് ചെയ്തേനെ. പ്രിസം ഇതിനെ ബെൻഡ് ചെയ്യിച്ചിട്ട് ഓടാഷി കൊണ്ട് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഓയിൽ വീഴേണ്ട ലൈറ്റ് ഓടാഷിലാണ് വീണത് സ്ക്രീനിൽ. അപ്പോൾ ഈ സ്ക്രീനിലുണ്ടാവുന്ന ലീനിയർ ഡീവിയേഷനാണ് വൈ എന്ന് പറയും. ഈ ആംഗിളിന് ആംഗുലാർ ഡീവിയേഷൻ, അതിനുള്ള ഫോർമുല മുമ്പേ കണ്ട I+E-A, അത് ആംഗുലാർ ഡീവിയേഷനാണ്. ഈ സ്ക്രീനിൽ വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഷിഫ്റ്റ് അതിനെ ലീനിയർ ഡീവിയേഷൻ. പ്രിസത്തിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് ആവറേജ് ഡിസ്റ്റൻസ് എക്സ് ആണെന്നിരിക്കട്ടെ. എങ്കിൽ നമുക്ക് പാരലാക്റ്റിക് ഫോർമുല അതല്ലെങ്കിൽ S=R θ. ഈ ദൂരം സ്ക്രീൻ അങ്ങ് വളരെ അകന്നായിരിക്കുന്നതെങ്കിൽ അപ്രോക്സിമേറ്റായിട്ട് നമുക്ക് പറയാം S=R θ. അതായത് y=x×d. d is the angular deviation, y is the linear deviation. ഇവിടെ d must be in radian. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇത്. അടുത്ത പോയിൻ്റ് ഇത് മുമ്പ് കണ്ട ഫിഗർ തന്നെ. ആംഗുലാർ ഡീവിയേഷൻ, ഇത് ലീനിയർ ഡീവിയേഷൻ y. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗുലാർ ഡീവിയേഷനും കൂടെ ഉള്ള ഗ്രാഫായത്. ഇങ്ങനെ ഡീവിയേഷൻ ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി, അത് ആ സമയത്ത് I=E. ഡീവിയേഷൻ ഏറ്റവും മിനിമം, അതാണ് ക്യാപിറ്റൽ D. ഇത് ID കർവ് എന്ന് പറയാം. ആംഗുലാർ ഡീവിയേഷൻ്റെ വേരിയേഷനാണ് ഇത് ലീനിയർ ഡീവിയേഷൻ്റെ വേരിയേഷനാണ്. എക്സ് ആക്സിസിൽ കൂടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും വൈ ആക്സിസിൽ കൂടെ വെർട്ടിക്കൽ ആക്സിസിൽ കൂടെ ലീനിയർ ഡീവിയേഷൻ വൈയും കൂടെ പ്ലോട്ട് ചെയ്ത് ഇതേ ഷേപ്പിലുള്ള ഗ്രാഫാണ് കിട്ടുക. ഇത് മിനിമം ലീനിയർ ഡീവിയേഷൻ വൈ മിനിമം. ഇത് ഈ പോയിന്റ് വൈ മിനിമം കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I is equal to angle of emergence E. ശ്രദ്ധിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളല്ല. ഇനി പ്രിസം, തിൻ പ്രിസം, അതായത് അതിൻ്റെ ആംഗിൾ ഓഫ് ദി പ്രിസം വളരെ കുറവ്. അങ്ങനെയാണെങ്കിൽ ഈ ഡീവിയേഷനിലുള്ള ഫോർമുല Iയും Eയും Bയും ഒന്നും വരത്തില്ല. D = μ-1 × A. ഇതൊരു കോൺസ്റ്റൻ്റാണ്. ഈ A വളരെ ചെറുതായിട്ട് വരുന്ന ഉണ്ടാക്കുന്ന പ്രിസത്തിനെ തിൻ പ്രിസം എന്ന് പറയാം, അല്ലെങ്കിൽ സ്മോൾ ആംഗിൾഡ് പ്രിസം എന്ന് പറയും. അതുണ്ടാക്കുന്ന ഡീവിയേഷൻ D, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാണ്ട് നോർമലി കൂടെ കടത്തി വിടുന്നതെങ്കിൽ I നിയർ ടു 0 ആണെങ്കിൽ D = μ-1 × A എന്ന് കിട്ടും. A is the angle of the prism in റേഡിയനോ ഡിഗ്രി എങ്കിൽ ഇത് ഡിഗ്രി ഇട്ടാൽ ഇത് ഡിഗ്രി കിട്ടും, ഇത് റേഡിയനിലിട്ടാൽ ഇത് റേഡിയന് കിട്ടും. μ is the refractive index of the material of the prism. അടുത്ത പോയിന്റ് ഡിസ്പേർഷൻ. വൈറ്റ് ലൈറ്റാണ് ഇങ്ങോട്ട് കടത്തി വിടുന്നതെങ്കിൽ ലൈറ്റിൻ്റെ വേവ് ലെങ്തിനനുസരിച്ചാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വയലറ്റിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ, റെഡിന് ഏറ്റവും കുറവാണ് വിസിബിൾ ലൈറ്റ്. അതുകൊണ്ട് sin/R അനുസരിച്ച് μ അനുസരിച്ച് വയലറ്റ് കൂടുതൽ ബെൻഡ് ചെയ്യും റിഫ്രാക്ഷൻ മൂലം, റെഡ് അത്രയും ബെൻഡ് ചെയ്യില്ല. ഇതിനിടയ്ക്കുള്ള മറ്റ് ആംഗിൾസ് എല്ലാം പല ആംഗിളിൽ ബെൻഡ് ചെയ്യും. അപ്പോൾ വൈറ്റ് ലൈറ്റ് വീണാൽ അതിനകത്തുള്ള കളേഴ്സ് പല ആംഗിളിൽ റിഫ്രാക്റ്റ് ചെയ്ത് പുറത്ത് ചാടും. അതാണ് ഡിസ്പേർഷൻ. ഇവിടെ ഇപ്പോൾ വയലറ്റ് ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്ത് ഈ പാത്തിൽ കൂടെ വരും, റെഡ് കുറച്ചേ ബെൻഡ് ചെയ്യൂ,
മറ്റൊരു പാത്തിൽ കൂടെ വരും. അപ്പോൾ വയലറ്റിൻ്റെ ഡീവിയേഷനും റെഡിൻ്റെ ഡീവിയേഷനും ഡിഫറൻറ്റാണ്. ഡി വയലറ്റ് ഡി വി, റെഡിൻ്റെ ഡി ആർ. ഇൻസിഡൻറ്റ് ഡയറക്ഷൻ എല്ലാം ഒന്നിച്ച് അങ്ങോട്ട് വരുന്നത്. എങ്കിൽ വയലറ്റിനും റെഡിനും ഇടയ്ക്കുള്ള ആംഗിൾ ഓഫ് ഡീവിയേഷൻ അതിന് തീറ്റ എന്ന് പറയുന്നത് ഡി വി മൈനസ് ഡി ആർ. ഡി വി മൈനസ് ഡി ആർ. ഈ തീറ്റയ്ക്ക് പറയുന്ന പേര് ആംഗുലാർ ഡിസ്പേർഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി പ്രിസം. ഇനി ബാക്കിയുള്ള 5 കളേഴ്സ് ഇതിനിടയ്ക്ക് ഉള്ളിലുണ്ടാവും, പല ആംഗിളിൽ വരും. ഈ തീറ്റ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റ്, പ്രിസത്തിൻ്റെ ബേസ് വിഡ്ത്ത്, ഈ വിഡ്ത്ത് കൂടുന്തോറും തീറ്റയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. ആംഗുലാർ ഡിസ്പേർഷൻ സെയിം ആയിരിക്കും. പക്ഷേ ലീനിയർ ഡീവിയേഷൻ ഒരു സ്ക്രീനിൽ വരുമ്പോൾ അത് അവിടെ സബ്റ്റൻഡ് ഉണ്ടാക്കുന്ന ഡീവിയേഷൻ പ്രിസത്തിൻ്റെ വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് കൂടും. കാരണം ഈ ആംഗിൾ സെയിം ആണെങ്കിലും ദൂരോട്ട് പോകുമ്പോൾ ഈ ലൈൻസ് തമ്മിലുള്ള അകലം കൂടും. അപ്പോൾ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആംഗുലാർ ഡീവിയേഷൻ പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെറ്റീരിയലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ഏത് തരം മെറ്റീരിയൽ കൊണ്ടുള്ള പ്രിസമാണ് എന്നതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. അതിന് വലിപ്പത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. വലിയ പ്രിസമായാലും ചെറിയ പ്രിസമായാലും ആംഗുലാർ ഡിസ്പേർഷൻ തീറ്റ വിൽ ബി ദി സെയിം, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ ഓഫ് ദി പ്രിസം. ഗ്ലാസ് തന്നെ ഫ്ലിൻറ്റ്, ഡെൻസ് ഫ്ലിൻറ്റ്, എക്സ്ട്രാ ഡെൻസ് ഫ്ലിൻറ്റ്, ലൈറ്റ് ഫ്ലിൻറ്റ്, ക്രൗൺ ഗ്ലാസ്, ഇങ്ങനെ പല ടൈപ്പ് ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ് അതിനനുസരിച്ച് കൊണ്ടുണ്ടാക്കുന്ന പ്രിസങ്ങൾ, ഏത് ഗ്ലാസ് കൊണ്ടുണ്ടാക്കുന്ന പ്രിസമാണ് അതിനനുസരിച്ച് തീറ്റ മാറും. പക്ഷേ പ്രിസത്തിൻ്റെ വലുപ്പവുമായിട്ട് തീറ്റയ്ക്ക് ഒരു ബന്ധവുമില്ല. പക്ഷേ ലീനിയർ ഡീവിയേഷൻ അത് ബേസ് വിട്ട് കൂടുമ്പോൾ കൂടും. കാരണം കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. ഈ ഡിസ്റ്റൻസ് കൂടും, ബേസ് വിട്ട് കൂടുന്തോറും. ഈ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇത് തമ്മിലുള്ള അകലവും കൂടും. ഇവിടുത്തെ അകലം അല്ലല്ലോ ഇവിടുത്തെ അകലം. അപ്പോൾ സ്ക്രീനിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ തീറ്റ സെയിം ആണെങ്കിലും സ്ക്രീനിൽ ഇത് തമ്മിലുള്ള കളേഴ്സ് തമ്മിലുള്ള അകലം കൂടും. അപ്പോൾ ശ്രദ്ധിക്കുക, ആംഗുലാർ ഡിസ്പേർഷൻ is independent of base width of the prism or size of the prism or angle of the prism. But linear dispersion depends on base width. Both of these depend on the material of the prism. ഇനി ഡിസ്പേഴ്സീവ് പവർ, കളേഴ്സായിട്ട് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രിസത്തിൻ്റെ കഴിവ്, ഒരു മെറ്റീരിയലിൻ്റെ കഴിവെന്നാണ് പറയേണ്ടത്. ഡിസ്പേഴ്സീവ് പവർ എപ്പോഴും ഒരു പ്രിസത്തിനല്ല ഡിഫൈൻ ചെയ്യുന്നത്, അത് ഏത് തരം മെറ്റീരിയൽ കൊണ്ടാണ് പ്രിസം ഉണ്ടാക്കിയിട്ടുള്ള ആ മെറ്റീരിയലിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഇലക്ട്രിസിറ്റിക്കകത്ത് റെസിസ്റ്റിവിറ്റിയൊക്കെ പറയുന്നത്, റെസിസ്റ്റൻസ് ഓരോ കമ്പിക്കും ഓരോന്നാണ്. പക്ഷേ റെസിസ്റ്റിവിറ്റി കമ്പി ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ കോൺസെപ്റ്റാണ്. കോപ്പർ വയർ എന്ന് പറയുമ്പോൾ കോപ്പറിൻ്റെ കോൺസ്റ്റൻ്റാണ് റെസിസ്റ്റിവിറ്റി. അയൺ വയർ ആകുമ്പോൾ റെസിസ്റ്റിവിറ്റി മാറും. പക്ഷേ ഒരു കോപ്പർ വയറിന് അയൺ വയറിന് ഒരേ റെസിസ്റ്റൻസ് ഉണ്ടാവാം, ഡയമീറ്ററും ലെങ്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്ന് പറയുന്ന പോലെ ഡിസ്പേഴ്സീവ് പവർ ഈസ് എ കോൺസ്റ്റൻ്റ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി പ്രിസം. അത് ഡിഫൈൻ ചെയ്യുന്നത് ഒരു തിൻ പ്രിസത്തിൽ കൂടി ഏത് മെറ്റീരിയലിൻ്റെ ഡിസ്പേഴ്സീവ് പവർ ഡിഫൈൻ ചെയ്യണോ ആ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു തിൻ പ്രിസത്തിൽ കൂടി ലൈറ്റ് കടത്തി വിടുമ്പോൾ, വൈറ്റ് ലൈറ്റ് കടത്തി വിടുമ്പോൾ അതിലേതെങ്കിലും 2 കളേഴ്സ് തമ്മിലുള്ള ആംഗുലാർ ഡിസ്പേർഷനും അതിൻ്റെ മീൻ വാല്യൂയും കൂടെയുള്ള റേഷ്യോ ഒമേഗ എന്ന സിമ്പൽ ഡിസ്പേഴ്സീവ് പവർ ഈക്വൽസ്. ഇപ്പോൾ വയലറ്റും റെഡും കൂടെ എടുത്താൽ ഡിസ്പേഴ്സീവ് പവർ ഓഫ് a material omega equal dV minus dr by d. dV is the deviation of violet light, dr is the deviation of red light produced by a thin prism
of that material. And d is the average value of dv and dr. That is, d equals dv plus dr by 2. അതാണ് ഈ താഴെ വരുന്ന d. ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒമേഗ ഈക്വൽസ് ഡി വി മൈനസ് ഡി ആർ ബൈ ഡി വൈ. dy is the deviation of yellow color. യെല്ലോ കളർ സ്പെക്ട്രത്തിൻ്റെ ആണ് നടുക്കാണ് വരുന്നത്. അപ്പോൾ അതിന് മീൻ കളർ എന്ന് പറയും. അപ്പോൾ ഡി വി പ്ലസ് ഡി ആർ ബൈ 2 എന്ന് മീൻ ഡീവിയേഷൻ എടുക്കുന്നതിന് പകരം യെല്ലോ ലൈറ്റിൻ്റെ ഡീവിയേഷനാണ് തന്നിരിക്കുന്നെങ്കിൽ അതങ്ങ് എടുത്താൽ മതി. അത് ഈ മീനിൻ്റെ അടുത്ത് തന്നെ വരും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സാണ്. അപ്പോൾ ഒമേഗ ഡിഫൈൻ ചെയ്യുന്ന ഒന്ന് ഡി വി മൈനസ് ഡി ആർ ബൈ ഡി, വേർ ഡി ഈസ് ഡി വി പ്ലസ് ഡി ആർ ബൈ 2, അല്ലെങ്കിൽ ഡി വി മൈനസ് ഡി ആർ ബൈ ഡി വൈ, ഡീവിയേഷൻ ഓഫ് യെല്ലോ ലൈറ്റ്. ഇങ്ങനെ എടുക്കാം. ഇതേ ഫോർമുല ഇപ്പോൾ മുമ്പേ തീറ്റ സ്മോൾ ആംഗിൾഡ് പ്രിസം ആണെങ്കിൽ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് ഡി വി മൈനസ് ഡി ആർ, ഡി എന്ന് പറഞ്ഞാൽ മ്യൂ മൈനസ് 1 ഇൻറ്റു എ ആണ്. ബട്ട് മ്യൂ വി മൈനസ് 1 ഇൻറ്റു എ മൈനസ് മ്യൂ ആർ മൈനസ് 1 ഇൻറ്റു എ. അപ്പോൾ എ ക്യാൻസൽ ചെയ്തിട്ട് മ്യൂ വി മൈനസ് മ്യൂ ആർ ഇൻറ്റു എ എന്ന് വരും. ആംഗുലാർ ഡിസ്പേർഷന് തിൻ പ്രിസമാണെങ്കിൽ ഇതാ ഫോർമുല ആംഗുലാർ ഡിസ്പേർഷൻ്റെ. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഡിസ്പേഴ്സീവ് പവർ കാൽക്കുലേറ്റ് ചെയ്താൽ ഡി വി മൈനസ് ഡി ആർ ബൈ ഡി മൈനസ് ബൈ ഡി, അതിൽ ഈ ഡി വിയും ഡി ആറും ഡി യും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. മ്യൂ വി മൈനസ് മ്യൂ ആർ ബൈ മ്യൂ മൈനസ്, വേർ മ്യൂ ഈസ് ദി മീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മ്യൂ ഈസ് മ്യൂ വി പ്ലസ് മ്യൂ ആർ ബൈ 2, അല്ലെങ്കിൽ മ്യൂ ഈക്വൽസ് മ്യൂ യെല്ലോ. നമ്മുടെ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 എന്ന് പറയുമ്പോൾ അത് ആവറേജ് വാല്യൂ ആണ്. മ്യൂ വി മ്യൂ ആർ എല്ലാം കൂടെ എടുക്കുന്നതിൻ്റെ ആവറേജ് മീൻ വാല്യൂ ആയി 1.5 എന്നൊക്കെ നമ്മൾ ഈ സാധാരണ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഡിസ്പേർഷൻ വരുമ്പോൾ കളറിനനുസരിച്ച് ഉള്ള മ്യൂ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അതാത് കളറിൻ്റെ എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ. അപ്പോൾ ഇതാണ് മ്യൂ വെച്ചുള്ള ഡിസ്പേഴ്സീവ് പവറിനുള്ള ഫോർമുല. അവിടെ മ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മ്യൂ വി പ്ലസ് മ്യൂ ആർ ബൈ 2 ഓർ മ്യൂ ഈക്വൽസ് മ്യൂ വൈ. ഇനി ഈ തിൻ പ്രിസംസ് കമ്പൈൻ, അപ്പം ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടെ വൈറ്റ് ലൈറ്റ് കടത്തി വിട്ടാൽ രണ്ട് സംഗതി നടക്കും. ഒന്ന്, അത് ഡീവിയേഷന് വിധേയമാകും, ബെൻഡ് ചെയ്യും. രണ്ട്, കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഡിസ്പേർഷൻ നടക്കും. ഇപ്പം ഡീവിയേഷനും ഉണ്ടാകും, ഡിസ്പേർഷനും ഉണ്ടാകും. ഇതിലേതെങ്കിലും ഒന്നും മതി എങ്കിൽ നമ്മൾ ഒരു പ്രിസം ഉപയോഗിച്ചാൽ പറ്റില്ല, ഒന്നിൽ കൂടുതൽ പ്രിസങ്ങൾ കമ്പൈൻ ചെയ്യണം. അങ്ങനെ രണ്ട് തരം കോമ്പിനേഷൻ ഉണ്ടോ. ഒന്ന്, ഡിസ്പേർഷനോ ക്യാൻസൽ ചെയ്യണം. ഒരു പ്രിസം ഉണ്ടാക്കിയ ഡിസ്പേർഷൻ മറ്റേ പ്രിസം ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് നെറ്റായിട്ടൊരു മീൻ ഡീവിയേഷൻ ഉണ്ടാക്കി വിടുക. ഇപ്പം വൈറ്റ് ലൈറ്റ് കടത്തി വിട്ടാൽ വൈറ്റ് ലൈറ്റായിട്ട് തന്നെ ഇറങ്ങി വരും. ഒരു ഡീവിയേഷൻ കൊടുക്കുക, വെട്ടിത്തിരിഞ്ഞൊരു ആംഗിൾ തിരിഞ്ഞ് വരണം. അതിനെ അക്രോമാറ്റിക് കോമ്പിനേഷൻ എന്ന് പറയും. നോ കളർ, വൈറ്റ് ലൈറ്റ് ഏറിയ വൈറ്റ് ലൈറ്റ് തന്നെ ഇറങ്ങി വരും, പക്ഷേ ഡീവിയേഷൻ ഉണ്ടാവും. രണ്ടാമത്തെ കോമ്പിനേഷന് അവിടുത്തെ പ്രത്യേകത, ഡീവിയേഷൻ ഉണ്ടാവാൻ പാടില്ല, വരുന്ന ഡയറക്ഷനിൽ തന്നെ ഇറങ്ങിപ്പോകണം ലൈറ്റ്, പക്ഷേ കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പം നോ ഡീവിയേഷൻ ബട്ട് ദർ മസ്റ്റ് ബി ഡിസ്പേർഷൻ. അതിനെ ഡയറക്റ്റ് വിഷൻ പ്രിസം അല്ലെ ഡയറക്റ്റ് വിഷൻ കോമ്പിനേഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ രണ്ട് കോമ്പിനേഷനാണ്. ഒന്ന് ഡയറക്റ്റ് വിഷൻ പ്രിസം, അവിടെ ഒരു പ്രിസം ഉണ്ടാക്കുന്ന ഡീവിയേഷന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം രണ്ടാമത്തെ പ്രിസം ഉണ്ടാക്കുന്ന ഡീവിയേഷൻ. അപ്പോൾ ക്യാൻസൽ ചെയ്തോളൂ, ഡീവിയേഷൻ ക്യാൻസൽ ചെയ്യും. എന്നിട്ട് കളർ സ്പ്ലിറ്റിക്ക് മാത്രമേ നടക്കൂ, അല്ലെങ്കിൽ ഡിസ്പേർഷൻ മാത്രമേ ഉണ്ടാവൂ. ഇപ്പോൾ കണ്ടീഷൻ ഓഫ് ഡയറക്റ്റ് വിഷൻ പ്രിസം ഈസ് D1 ഈക്വൽസ് മൈനസ് D2. D1 എന്ന് പറഞ്ഞാൽ μ1 മൈനസ് 1 ഇൻറ്റു A1, μ മൈനസ് 1 ഇൻറ്റു എ, സ്മോൾ ആംഗിൾ പ്രിസം അല്ലേ. μ1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രിസത്തിൻ്റെ മീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് D2 പകരം μ2 മൈനസ് 1 ഇൻറ്റു A2. ഇതാണ് ഡയറക്റ്റ് വിഷൻ പ്രിസത്തിൻ്റെ ഇക്വേഷൻ. ചോദ്യത്തെ കാണും നമ്മൾ. ഇതുപോലെ അക്രോമാറ്റിക് പ്രിസം
എന്ന് പറയുമ്പോൾ ഒരു പ്രിസം ഉണ്ടാക്കുന്ന ഡിസ്പേർഷനെ രണ്ടാമത്തെ പ്രിസം ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. തീറ്റ എന്ന് പറഞ്ഞാൽ മ്യൂ വി മൈനസ് മ്യൂ ആർ ഇൻറ്റു എ ആണെന്ന് മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് പ്രിസം ഉണ്ടാക്കുന്ന ഡിസ്പേർഷൻ, ആംഗുലാർ ഡിസ്പേർഷൻ മ്യൂ വി വൺ മൈനസ് മ്യൂ ആർ വൺ ഇൻറ്റു എ വൺ ഈക്വൽസ് മൈനസ് ഓഫ് തീറ്റ ടു ഈസ് മ്യൂ വി ടു മൈനസ് മ്യൂ ആർ ടു ഇൻറ്റു എ ടു. ഇതാണ് ആ ക്രൊമാറ്റിക് പ്രിസത്തിൻ്റെ ഇക്വേഷൻ. ഇവിടെ നോ ഡിസ്പേർഷൻ, ഇവിടെ നോ ഡീവിയേഷൻ. ഇവിടെ ഡീവിയേഷൻ ഉണ്ട്, ഡിസ്പേർഷൻ സീറോയാണ്. ഇവിടെ ഡിസ്പേർഷൻ ഉണ്ട്, ഡീവിയേഷൻ സീറോയാണ്, ടോട്ടൽ ഡീവിയേഷൻ. ഇത് എൻ്റെ ഏർലിയർ പോസ്റ്റിങ്സ് നോക്കുക, കുറച്ചുകൂടെ വിശദമായിട്ടൊക്കെ പറഞ്ഞിട്ട് താല്പര്യമുള്ളവർ നോക്കി മനസ്സിൽ സൂക്ഷിക്കുക. ഇതിൻ്റെ ചോദ്യങ്ങൾ അടുത്ത പോസ്റ്റിൽ കാണാം. താങ്ക് യു.